നമസ്കാരം. വരണം. അത് ശരി, നടക്കട്ടെ. സാറ് സിനിമാ രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ, അതായത് ചങ്ങനാശ്ശേരി SP കോളേജിൽ ഞാൻ പഠിച്ചിരുന്നത്, അന്ന് തിരുവനന്തപുരത്ത് ഒരു ആക്ടിങ് കോമ്പറ്റീഷൻ നടന്നു, ഡ്രമാറ്റിക് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ. പിന്നെ പേര് കൊടുത്തപ്പോൾ പോകാതിരിക്കാൻ നിവർത്തില്ല. എന്നിട്ട് ഞാൻ ഒഴിയാൻ നോക്കിയത് വേണ്ട, അതൊക്കെ വലിയ അമച്വർ ആർട്ടിസ്റ്റൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ പോയി നാണം കിടണ്ടെന്നൊക്കെ പറഞ്ഞൊരു സമ്മതിക്കില്ല. അവർ രണ്ടും കൂടെ പിടിച്ചെടുത്തുകൊണ്ടായാൽ രണ്ടുപേര് അവരുടെ പേര് അറിഞ്ഞിരിക്കേണ്ട. ഒന്ന് മിസ്റ്റർ ആനൂർ കേശവൻ നായർ, പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം. പിന്നെ ഒരാൾ എൻ്റെ വേറെ സ്നേഹിതൻ മിസ്റ്റർ വേലപ്പൻ നായർ, അനിയൻ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. പിന്നെ ഇവർ രണ്ടും കൂടെ നമ്മളെ നിർബന്ധിച്ചാണ് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയത്. ഇതൊന്നും അവിടുത്തെ ഈ ആക്ടിങ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 9 മിനിറ്റ് തരും. ഈ 9 മിനിറ്റിൽ 3 രസം അഭിനയിച്ച് കാണിക്കണം: ശോകം, രൗദ്രം, ഹാസ്യം. ശോകം ഒരു 3 മിനിറ്റ് അഭിനയിച്ചത് ഹരിശ്ചന്ദ്ര മഹാരാജാവ് നാടും വീടും കൊട്ടാരവും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നത്. അത് കഴിഞ്ഞ് രൗദ്രം, ഇയാൾ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു കാമുകിയെ കാണാൻ പെട്ടെന്ന് ചെല്ലപ്പോൾ അവൾ വേറെത്തിനാണ് സല്ലപിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ അവിടെ കുറെ ഷൗട്ട് ചെയ്ത് കുറെ ഡയലോഗ്സ് പറയും. അത് ഇഷ്ടം പോലായിരുന്നു, ഞാൻ തന്നെ പറഞ്ഞതാ. അപ്പൊ തോന്നി തട്ടി വിട്ടുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഹാസ്യം. ഈ SP പിള്ള മുതുകുളം അവരുടെ കാലഘട്ടമായിരുന്നു. അവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ഇത് കാണിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ പിറ്റുന്ന പേപ്പറിൽ പേരൊക്കെ വന്നു. ഓരോരുത്തരായി ക്ഷണിക്കാൻ തുടങ്ങി. അന്ന് തന്നെ CA പരമേശ്വരൻ പിള്ള അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഹാവ് യു ടേസ്റ്റ് ഫോർ ഫിലിംസ്, ദെൻ ഐ വിൽ ഗിവ് എ ലെറ്റർ, യു വിൽ സി എ ജെന്റിൽമാൻ. അങ്ങനെ CA തന്ന ഈ എഴുത്തുമായിട്ട് ഞാനൊരു പ്രൊഡ്യൂസർ പോയി കണ്ടു. മിസ്റ്റർ KM കേമാനാണ്. ആ കാലഘട്ടത്തിലൊരു വലിയ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹം ത്യാഗസീം എന്ന പടം എടുത്തുകൊണ്ട് ഇരിക്കുന്ന അവസരം. അത് പടം, അതിൻ്റെ കഥ എഴുതി K. ബാലകൃഷ്ണനാണ്. K. ബാലകൃഷ്ണൻ എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. അപ്പോൾ അതിൽ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ സത്യനും ഞാനും കൂടെ അഭിനയിക്കുന്ന ഒരു പടമാണ്. ആദ്യമാണ് മിസ്റ്റർ സത്യൻ ഞാനും കൂടെ ഒരുമിച്ച് പരിചയപ്പെടുന്നതും ഒരുമിച്ച് അഭിനയിക്കുന്ന പടം. പക്ഷെ ഞങ്ങൾ റിഹേഴ്സലൊക്കെ നടത്തി വെച്ചു. അദ്ദേഹത്തിന്റെ ഒരു 2000-3000 അടി എടുത്തു മിസ്റ്റർ സത്യന്റെ. എന്റെ എടുക്കാൻ സാധിച്ചില്ല ഈ ത്യാഗസീം എന്ന പടത്തിൽ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് സേലത്ത് നിന്ന് ഒരു ടെലഗ്രാം കിട്ടുന്നത്, മരുമകൾ എന്ന് പറഞ്ഞ ഈ മലയാള പടത്തിലെ കഥാനായകനായിട്ട്. അങ്ങനെ ആ ടെലഗ്രാം കിട്ടി. ഞാൻ നേരെ അവിടെ ചെന്നു. സേലത്താണ് ആദ്യമായിട്ട് ഹരിശ്രീ കുറിക്കുന്നത്, തമിഴ്നാട്ടിലാണ്, സേലം രത്ന സ്റ്റുഡിയോ. അവിടെ ചെന്നു. ഡയറക്ടറെ പരിചയപ്പെടുത്തി. മിസ്റ്റർ ചാരി എന്ന് പറയുന്ന ഒരാൾ. പടം അഭിനയിച്ചു. കുറച്ച് ദിവസം എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചുള്ളൂ. ഒരു ഹോം സിക്നസ് വന്ന് ഞാൻ തിരിച്ചു വന്നു. ആ പടം ശരിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനൊന്നും എനിക്ക് സാധിച്ചില്ല. പടം റിലീസായി ഭയങ്കര ഫ്ലോപ്പായി. പടം വലിയ പരാജയമായി. പക്ഷേ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ KNK ആലപ്പുഴ ശ്രീ കുഞ്ചാക്കോ ശ്രീ കോശി രണ്ടുപേരുണ്ട്. കുഞ്ചാക്കോ കോശി, KNK. അവർ ജീവിത നൗകയൊക്കെ എടുത്ത് വലിയ പ്രസിദ്ധീകരിക്കുന്ന അവസരം. അപ്പൊ അവരുടെ നെക്സ്റ്റ് പടമാണ് വിശപ്പിന്റെ വിളി. അതിലെന്നെ നായകനായിട്ട് വിളിച്ചു. അതിൽ കോൺട്രാക്ട് സൈൻ ചെയ്തു. അത് മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ 3 വർഷമാണ്. 3 ഞാൻ തന്നെ ഹീറോ. അന്ന് തെലുങ്കും തമിഴെന്ന് പറഞ്ഞിട്ട് എന്നാലും പറഞ്ഞ് കാണാതെ പഠിക്കും. ഇപ്പോൾ ഉള്ള ഈ ചില ആർട്ടിസ്റ്റൊക്കെ മലയാളത്തിൽ അഭിനയിക്കുന്ന മാതിരി. അത് കഴിഞ്ഞ് അച്ഛൻ എന്നൊരു അച്ഛൻ എന്ന് പറഞ്ഞൊരു പടം. അതും മലയാളവും തമിഴും തെലുങ്കും. അതായത് അച്ഛൻ എന്ന് വെച്ചാൽ അച്ഛൻ മലയാളം, തന്തൈ തമിഴ്, തൻട്രി തെലുഗു, അങ്ങനെ. അത് 3 വർഷമാണ്. അത് ഞാൻ തന്നെ അഭിനയിച്ചു. 3 വർഷം നായകനായിട്ട്. അത് 2 പടവും വലിയ ഹിറ്റ് പടമായിരുന്നു. വലിയ ഹിറ്റായിരുന്നു. 2 പടങ്ങളും വലിയ ഹിറ്റായിരുന്നു. അതോടെ തുടർച്ചയായിട്ട് പടങ്ങൾ വന്നു തുടങ്ങി. മെറിലാൻഡ് എന്നെ വിളിച്ചു. ശ്രീ P. സുബ്രഹ്മണ്യം അങ്ങോട്ട് വിളിച്ചു. അദ്ദേഹത്തിന്റെ പടത്തിൽ പോയി അങ്ങനെ തുടർച്ചയായിട്ട് അഭിനയിച്ചു. അങ്ങനെ മെറിലാൻഡും ഉദയമായിട്ട് അങ്ങനെ മാറി മാറി അഭിനയിച്ചുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിലാണ് തമിഴിലേക്കുള്ള എന്റെ ക്ഷണം 1957. അപ്പോൾ 51 തുടങ്ങിയത് എന്റെ ആദ്യത്തെ പടം മരുമകൾ. 51 ഡിസംബർ 26 ആദ്യമായിട്ട് ഞാൻ
ക്യാമറയെ ഫേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 57 തമിഴിലേക്കുള്ള ക്ഷണമാണ്. അപ്പൊ തമിഴിലെ ആദ്യത്തെ പടം തൈ പിറന്താൽ വഴി പുറക്കും എന്നുള്ളതാണ്. അന്നാണ് നമ്മുടെ ശ്രീ MGR ഞാൻ അവിടെ വെച്ച് കാണുന്ന മറിയില്ല ചൊല്ലി. അപ്പൊ MGR ഞാനുമായിട്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം പറയും, ഇത് നിങ്ങൾക്ക് എന്തിനാ ഈ മലയാളം തമിഴിലേക്കും വരാമല്ലോ, എന്തിനാ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്? നമ്മൾ ചേട്ടാ എനിക്ക് തമിഴൊന്നും വലിയ പിടിയില്ല, ഞാൻ എന്റെ തമിഴിലടിച്ചു. ഈ തമിഴൊക്കെ മതി, സിനിമയ്ക്ക് വരാൻ ഇതൊക്കെ ധാരാളം മതി. ഇവിടെയാണ് ഈ AK വേലൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറാണ് ഇവിടെ നിന്ന് ക്ഷണിക്കുന്നത്. ടെലിഫോണിൽ നിങ്ങൾക്ക് റോളുണ്ട്, തൈ പിറന്താഴി പറക്കുന്ന പടം ഞാൻ എടുക്കുന്നു, ഒരു കഥാനായകന്റെ വേഷമാണ്, SSR ഉണ്ട്, 2 നായകന്മാരാണ്, എന്നുവെച്ചാൽ വെരി ഫൈൻ റോൾ, നിങ്ങൾക്ക് നന്നായിരിക്കും. പറഞ്ഞു എനിക്ക് തമിഴ് ഒരു പിടിയും ഇല്ലായിരുന്നു. ഞാൻ തമിഴ് തന്നെ കുറേ സംസാരിച്ചു. ഈ തമിഴ് ധാരാളം മതി, നിങ്ങൾ ഉടനെ പുറപ്പെട്ട് വരിക എന്ന് പറഞ്ഞു. ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ട് ഇവിടെ വന്നു. ആ കോൺട്രാക്ട് സൈൻ ചെയ്തു. തൈ പിറന്താഴി പറക്കും വലിയ ഹിറ്റായി. തമിഴിലെല്ലാം കൂടെ 55 പടം സൈൻ ചെയ്തു. 55 പടം. ഞാൻ ഒരു പടത്തിന് വന്ന ഞാൻ ഒരു ഒറ്റ വർഷത്തിന് 55 പടം സൈൻ ചെയ്തു. ആ 55 പടത്തിൽ 39 പടം റിലീസായി. ബാക്കി മിക്കവാറും പടങ്ങൾ പലതും 5000, 9000, 10000 അടിയെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതിന് വരാനേ പോകുന്നില്ല. തമിഴ്, മലയാളം, തെലുങ്ക് ഇങ്ങനെ പല ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ആകെ എല്ലാത്തിലും കൂടെ എത്ര പടങ്ങൾ അഭിനയിച്ചാണ്? മോർ ദാൻ 600, 60 പടങ്ങൾക്ക് മേലെ. അതെ അതെ, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഫിലിംസ് ആൻഡ് ഫീൽസ് എന്നൊരു ബുക്ക് അവരടിച്ചിട്ടുണ്ട്. സാറിന് ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയാനുള്ളത്? ഇത്രയും പടങ്ങൾ അഭിനയിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ MD വാസുദേവൻ എഴുതിയ ഒരു പടമുണ്ട്, ഇരുട്ടിന്റെ ആത്മാവ്. ഇരുട്ടിന്റെ ആത്മാവിൽ ആ വേലായുധൻ. അതാ വേലായുധൻ എന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള റോളാണ്. ഞാൻ സാധാരണ അന്നൊക്കെ ഈ മരം ചുറ്റി പ്രേമത്തിന്റെ ഒരു കാലഘട്ടമാണല്ലോ. അതാ നായികം പിടിച്ചോണ്ട് ഇങ്ങനെ മരത്തിന്റെ ചുറ്റും ഓടുന്നതാണെന്ന്. അന്നത്തെ പടങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. കാരണം ആൾക്ക് കാണുന്നത് അതാണ് ഇഷ്ടം, കൂടുതൽ ഔഡിയേറ്റും അടിയും പിടിയൊക്കെ ഉള്ളത്, കമേഴ്ഷ്യൽ വാല്യൂസ് ഉള്ള പടം. അതിന്റെ ഇടയ്ക്കാണ് ഈ പടം വന്നത്, പിന്നെ ഇരുട്ടിന്റെ ആത്മാവ്. ഇരുട്ടിന്റെ ആത്മാവ് ഇങ്ങനെ എന്നെ ക്ഷണിച്ചെന്ന് ആദ്യം ഞാൻ അയ്യോ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇത് എങ്ങനെയാ ഞാൻ സാധാരണ ചെയ്യുന്ന റോളല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ 2 പടം നിർബന്ധിച്ചു. MDയും അതിന്റെ ഡയറക്ടർ മിസ്റ്റർ P. ഭാസ്കരൻ, അത് 2 പടം നിർബന്ധിച്ചില്ല. നസീറിന് പറ്റിയ ഒരു ആക്ടിങ് സ്കോപ്പും ഒരു ആക്ടർ എന്നുള്ള പേരെടുക്കാനും പറ്റിയ ഒരു പടമാണ് ഇത്, കളയരുതെന്ന് പറഞ്ഞു. അതിന് ഓൾ ഇന്ത്യ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന്. അങ്ങനെ അത് വലിയ ഉപേക്ഷണം ഉണ്ടാക്കിയ പടമാണ് ആ കാലഘട്ടത്തിൽ. ആരാ ഉണ്ണി വരുന്നത്? ചേച്ചിയെ കാണാൻ ആള് വരുന്നു. എന്തിനാ പ്രേമേ? ചേച്ചിയുടെ കല്യാണം. എന്താ പേര് വരുന്ന ആളുടെ? നരേന്ദ്രനാഥ്. ഞാൻ എന്താ വിളിക്കുക, ഏട്ടാന്നോ? അമ്മുക്കുട്ടി, കല്യാണം കഴിഞ്ഞാൽ പ്രേമ എവിടെയാ പാർക്കുക? ചെറിയച്ഛൻ വലിയ വീടുണ്ടാക്കി കൊടുക്കും അവിടെ. എന്താ ആലോചിക്കണേ? താശമ്മാവിന്റെ നിധി കിട്ടിയിരുന്നെങ്കിലേ എത്ര നന്നായിരുന്നു. നിധി കിട്ടിയിട്ട് എന്താ ചെയ്യാ? ഞാൻ ഒരു വലിയ വീടുണ്ടാക്കും, കുന്നിന്റെ ഒത്ത മുകളില്. അവിടെ ഒന്ന് നോക്കിയാ ലോകം മുഴുവൻ കാണണം. എന്നിട്ടെന്താ, ഞാൻ അവിടെ ഇങ്ങനെ സുഖമായിട്ട് താമസിക്കും. തനിച്ചോ? അമ്മക്കുട്ടിയും താമസിക്കൂ.